ഇപ്പോൾ എം സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ ഉള്ള ആ ഒരു സ്കൂളിലേക്ക് അതായത് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓരോ ടീച്ചേഴ്സിനെയും പേര് എടുത്തു പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നത് എന്നുള്ളതാണ്. അതായത് LP സ്കൂളിലാണ് ഇദ്ദേഹം ഇവിടെ പഠിച്ചത്. 1 മുതൽ 4 വരെ ആയിരുന്നു പുളപ്പാടത്ത് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ഓർമ്മകളൊക്കെ പുതുക്കിയത് എന്നാണ് ഏറെ രസകരമായ ഒരു കാര്യമുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് എം സ്വരാജ് എന്ന ആ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ ഈ സ്കൂളിനുള്ള എല്ലാ സ്കൂളുകളിലും അതായത് നിരവധി സ്കൂളുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് LP UP അങ്ങനെ വിവിധ സ്കൂളുകളിലായിരുന്നു ഈ കാലഘട്ടമൊക്കെ. പക്ഷേ ഈ എം സ്വരാജ് എന്ന ആ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ ഈ പുളപ്പാടം LP സ്കൂളിന് വലിയ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നായക മികവ് അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായതും ഈ സ്കൂളിൽ തന്നെ ആയിരുന്നു. അതായത് 2, 3, 4 എന്നീ ക്ലാസ്സുകളിൽ അദ്ദേഹം ഇവിടെ ക്ലാസ് ലീഡറായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നായക മികവ് ഉയർത്തുവാൻ വേണ്ടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉയർത്തുവാൻ വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കം ഈ പൂളപ്പാടം LP സ്കൂളാണ് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ക്ലാസ്സുകളൊക്കെ കയറി കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് നിലവിലിപ്പോൾ മടങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ ടീച്ചേഴ്സിനെ ഒക്കെ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഈ ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോൾ ആ പണ്ടത്തെ ഓർമ്മകൾ ഇപ്പോഴും വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു തിരക്കിൽ അതായത് ഇപ്പോൾ പര്യടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പര്യടന കേന്ദ്രങ്ങളിലേക്കും അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്കൂളിൻ്റെ സമീപത്തു കൂടി വന്നപ്പോൾ ഈ സ്കൂളിലേക്കൊന്ന് പോയത്. ഇത്തരത്തിൽ ഈ തിരക്കിനിടയിൽ ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ അത് വളരെ രസകരം അല്ലെങ്കിൽ ഒരു വലിയൊരു ആശ്വാസമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെറിയ നിമിഷം അതായത് ഏകദേശം ഒരു 10 or 20 മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. എങ്കിലും ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ആ പഴയ ഓർമ്മകളെയൊക്കെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പഴയ ഓർമ്മകളൊക്കെ ഇപ്പോഴും അതുപോലെ അദ്ദേഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൂടിയുണ്ട്. ഓരോ ദിവസവും ഈ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ LDF സ്ഥാനാർത്ഥിക്ക് അത്രമേൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 9 വർഷക്കാലമുള്ള സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ള ഒരു സ്വീകരണമാണ് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് നിലമ്പൂർ നൽകുന്നത് അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിലമ്പൂരിലെ ആ ഒരു സ്വീകരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആ ഒരു ജനപിന്തുണയിൽ വലിയ ഒരു വർധനവ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും അതിലെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുപക്ഷ വിശ്വാസികൾ എന്നതിനപ്പുറത്തേക്ക് നിഷ്പക്ഷരായ നിരവധി പേർ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ അതായത് തൻ്റെ നാട്ടുകാരൻ ഇന്ന് ഇപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെയാണ് പ്രധാനമായി അദ്ദേഹം കളിച്ചു വളർന്ന ഇടങ്ങൾ പോത്തുകൽ പോലുള്ള ഇടങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അപ്പോൾ തൻ്റെ നാട്ടുകാരനെ കാണുവാൻ വേണ്ടിയാണ് ഓരോ ജനങ്ങളും ആ ഒരു സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഇടതുപക്ഷ വിശ്വാസികൾക്കപ്പുറത്തേക്ക് നിരവധി പേർ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തുന്നു, അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഒപ്പം തന്നെ നമ്മളോട് നിരവധി പേർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് SFI കാലഘട്ടം മുതൽ തന്നെ എം സ്വരാജ് ഇവിടെയായിരുന്നു. SFI കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ മികവുകൾ ഒക്കെ തന്നെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റികളൊക്കെ തന്നെയും നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ തന്നെ അദ്ദേഹത്തിനൊരു നേതൃപാഠവും ഉണ്ടായിരുന്നു. മറ്റുള്ള എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുവാനും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു നേതൃപാഠവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അത്രമേൽ ആവേശത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. അദ്ദേഹം പഠിച്ച സ്കൂളിലൊക്കെ എത്തി കുട്ടികളെയൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ്. മാത്രമല്ല ഇടത് സർക്കാരിന്റെ കഴിഞ്ഞ കാലത്തെ ഭരണ നേട്ടങ്ങളെല്ലാം മുൻനിർത്തി തന്നെയാണ് നിലമ്പൂർ ജനത എം സ്വരാജിന് ഒരു സ്വീകരണം നൽകുന്നത് എന്നത് കൂടിയുണ്ട്. വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്.